and welcome to a fresh new episode of Cocktail. നമ്മൾ നോൺ വെജിറ്റേറിയൻസ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മെനു കാർഡിൽ ഏറ്റവും ആദ്യം തരുന്നത് ഏതെങ്കിലും ചിക്കൻ ഡിഷ് ആയിരിക്കും. I'm sure you've all tried different kinds of chicken recipes. Today we bring to you a different kind of a chicken recipe, which is ripe mangoes with chicken wings. Chicken wings എല്ലാവരും try ചെയ്തിട്ടുണ്ടാവും, but I'm sure you've not tried it with the ripe mangoes. And to complement the ripe mangoes with chicken wings, we bring to you a berry pulao. നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പന്റ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ടു കോക്ടെയിൽ രേഷ്മ. താങ്ക് യു. രേഷ്മ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ രേഷ്മയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് രേഷ്മയ്ക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണെന്നാണ്. നമുക്ക് രേഷ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് രേഷ്മ. വെർ ഡു യു സ്റ്റേ? ഷാർജ. ഷാർജയിൽ എവിടെ താമസിക്കുന്നത്? ബുഹൈറയിൽ. എത്ര നാളായി ഇവിടെ യുഎഇക്ക് വന്നിട്ട്? ഇവിടെ ഒരു 6 years ആയി. 6 കൊല്ലമായിട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും 2 മക്കളാണ് ഉള്ളത്. Tell me about your passion for cooking. കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര താല്പര്യമാണ്, കുറെ കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ. ഉണ്ടോ? തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കലുണ്ട്. അങ്ങനൊക്കെ കുക്കിംഗ് ആയിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യലുണ്ട്. എന്തൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലെല്ലാവർക്കും ഭക്ഷണം നല്ല താല്പര്യമാണ് കഴിക്കാൻ അല്ലേ? ഹസ്ബൻഡിന് ഉണ്ടാക്കൽ സ്വാഭാവികമാണ്. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ആ ഡിഷിനെ പറ്റി ഒന്ന് പറഞ്ഞത്? ഇന്നിപ്പോ മാംഗോ ചിക്കൻ വിങ്സ്, പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു റൈസാണ് ബെറി റൈസ്. ഐ എം വെരി ക്യൂരിയസ് ടു നോ വാട്ട് മാംഗോ ചിക്കൻ വിങ്സ് ഈസ്. കാരണം ചിക്കൻ വിങ്സ് മാംഗോയുടെ കൂടെ ഞാൻ കഴിച്ചിട്ടില്ല. സോ ഐ എം വെരി ക്യൂരിയസ് ആൻഡ് ഐ എം ഷുവർ അവർ ലിസണേഴ്സ് ആർ ക്യൂരിയസ് ആസ് വെൽ. ഇത് തന്നെ ഉണ്ടാക്കി പഠിച്ച ഡിഷാണോ അല്ല എവിടെയെങ്കിലും നോക്കിയിട്ട്? അല്ല, കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഇന്നോവേഷനാണ്. വെരി നൈസ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക? നമ്മള് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി ചിക്കൻ വിങ്സ്, പിന്നെ മൈദ. ഇത് എത്ര ചിക്കൻ വിങ്സ്? ഇതൊരു 1/2 കിലോ. 1/2 kg ഓഫ് ചിക്കൻ വിങ്സ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ കുറച്ച് മൈദ വേണം, ഗാർലിക്, സാൾട്ട്, എഗ്, പിന്നെ പാപ്രിക്ക, പെപ്പർ, പിന്നെ ചില്ലി പൗഡർ. സോ വി നീഡ് മൈദ, ഗാർലിക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. വി നീഡ് സോൾട്ട്, 1 egg for this quantity. It's 1/2 kg you said, right? 1/2 kg of chicken wings, you need 1 egg. Paprika നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും പൗഡർ ആയിട്ട്, ബ്ലാക്ക് പെപ്പർ ആൻഡ് ദെൻ റെഡ് ചില്ലി പൗഡർ. ഇതാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ? ഇനി അടുത്ത് നമ്മളൊരു സോസ് ഉണ്ടാക്കണം. മാംഗോ വെച്ചിട്ട് സോസ് ഉണ്ടാക്കണം. അങ്ങനെയാണ്, മാംഗോന്റെ സോസ് ആണ് നമ്മൾ ചിക്കൻ വിങ്സിന് യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ. സോ ഷാൽ വി സ്റ്റാർട്ട്? എത്ര ഗാർലിക്? ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉണ്ട്. 2 teaspoons ഓഫ് ചോപ്ഡ് ഗാർലിക്. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് പാപ്രിക്ക കുറച്ചിടാം. 1 teaspoon of paprika. We put 2 teaspoons of garlic. You need black pepper. പെപ്പറും 1 ടീസ്പൂൺ. Okay. Red chili powder. റെഡ് ചില്ലി 1 ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എഗ്ഗും എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഇതിൽ ചേർത്താൽ മതി. പിന്നെ മൈദ. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഐഡിയലി നമ്മൾ എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം? അത് എത്ര വെക്കണം അത്രയും നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു 15-20 minutes വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ചേർക്കാം. ഓക്കെ. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. Now we going to add the egg. അതെ, എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് വേണം? വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഇതിൽ ചേർക്കാം. I'll pour it in. Okay. എഗ്ഗ് ബീറ്റ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ. നമുക്ക് മൈദ ഇടാം. എത്ര മൈദ വേണം? മൈദ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ. നമുക്ക് ഇട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേറെ ഇടാം. ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണോ മൈദ ഇടുന്നത്? So now we've added just 2 teaspoons of maida. നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ ആഡ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഇനി മൈദ വേണോ വേണ്ടേ എന്നുള്ളത്? അത് നമുക്ക് അതൊരു ടൈറ്റ് വരും. ഓക്കെ. The chicken marinade is ready. ഇനി നമ്മൾ മാരിനേഷന് വേണ്ടി വെക്കാൻ പോവാണ്. About 15 minutes. 15 to 20 minutes നമ്മൾ ഇത് വെക്കും. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. If you have time, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറേയും കൂടി മസാല പിടിച്ചോളും. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് നൗ വി ഗോയിങ് ടു മേക്ക് ദ ബെറി പുലാവ്. എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ? ബെറി അത് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കണം.
അരി വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുത്തിട്ട് പിന്നെ ഇതിൽ ഓണിയൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറിയും കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ദീസ് ആർ ക്രാൻബെറീസ് റൈറ്റ്? നമ്മൾ ഏകദേശം 1 കപ്പ് ക്രാൻബെറി എടുത്തിട്ടുണ്ട് ആൻഡ് അത് അത്രയും തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്? അത് കുറച്ച് ഡ്രൈ ആണ്, അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. ക്രാൻബെറീസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇത്തിരി വെള്ളത്തിൽ കുതിർത്തി ഇട്ട് വെക്കുക. എത്ര നേരം വെക്കണം? ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്, 5 minutes. പിന്നെ ഇപ്പോൾ ഇത്രയും എടുത്തുള്ളത് ഒരു 1.5 കപ്പ് റൈസ് ഉണ്ട് ഇത്. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഒരു കപ്പ് ബെറി എടുത്തത്. ഓക്കെ ഫൈൻ. ആൻഡ് എന്ത് റൈസ് ആണ് ഇത്? ഇത് ബാസ്മതി, നോർമൽ ബാസ്മതി റൈസ് ആണ്. 1.5 കപ്പ് റൈസ് 15 മിനിറ്റ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചത്. എന്നിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം. ഈ മസാലകൾ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ട് അതെ അതെ ദം ചെയ്ത്. ഓക്കെ. അപ്പൊ നമുക്ക് കാണാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് വെള്ളം ചൂടാക്കാം. ആദ്യം വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇടാം. ഓക്കെ. 2 ബേ ലീഫ്, പിന്നെ പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 4-5 ഏലക്കായ. ഓക്കെ. കരയാമ്പൂ 4-5 ഏലക്കായ, 4-5 കരയാമ്പൂ, 2 ബേ ലീഫ് ആൻഡ് എ സ്മോൾ പീസ് ഓഫ് കറുവപ്പട്ട. നമുക്കിത് ബോയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഫൈൻ. ഈ ബെറി പുലാവിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് റഫ്ലി ഒന്ന് പറയാം. Of course rice, then we need onions. എത്ര onions ഉണ്ട് ഇവിടെ? 2 ചെറിയ onions, medium sized. 2 medium sized onions, a bit of cashew nuts, maybe 15 to 20 ആണ് നമ്മൾ ഇതിലുള്ളത്. We'll see how many we need for the rice. ഇത്തിരി കുങ്കുമപ്പൂവ് വേണം. നമ്മൾ എത്ര യൂസ് ചെയ്യും? ഒരു 7-8 സ്ട്രാൻഡ് അല്ലേ? നമ്മളൊന്ന് കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന ഒരു പിഞ്ച്, മേ ബി 10 to 12 strands. ഇത്തിരി ഗരം മസാല, salt and the cranberries. That's all what we need for the berry pulao. So we've used about 3.5 to 4 teaspoons of ghee. അതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ്ഡ് ഓനിയൻസ് ആണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതായിരിക്കും ഇടാൻ പോവാണ്. ആൻഡ് നന്നായി വറുത്തെടുക്കണോ അല്ല ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണോ വേണ്ടേ? അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്ന പോലെ ഫ്രൈ. ഓക്കെ. നന്നായി ഫ്രൈ തന്നെ ആവണം. നമുക്ക് ഇനി ഓണിയന് നമുക്ക് വെള്ളം തിളക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ വെള്ളം തിളച്ചു. ഇനി നമ്മൾ അതിലേക്ക് അരി ഇടാൻ പോകും. ഈ ബെറി പുലാവ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതൊരു സ്വീറ്റാണ് ശരിക്കും. റൈസ് സ്വീറ്റ് ആയിരിക്കും. അതെ അതെ. ബെറി ഒരു അതെ ഈ റൈസിൻസിന്റെ ഒക്കെ ഇതിൽ വരുന്ന പോലത്തെ. ഈ ക്രാൻബെറീസ് എന്ന് പറയുന്നത് ദേ ആർ വെരി റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് ഇപ്പം ഭയങ്കര ഹൈപ്പ്, എന്താ പറയുക, വോഗിലാണ്. ഇറ്റ്സ് ടു മച്ച് ഇൻ ടു ഫാഷൻ. ആന്റി ഓക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫുഡ്. സോ ബെറി is something which is very rich in antioxidant and high in nutrient quality. And I believe it is very low on calorie content. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും ബെറീസ്. You can actually enjoy the rich sweet taste of it. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണ്ട? വേണ്ട, അടച്ചു വെച്ച വെള്ളം മുകളിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. So our procedure is almost done. നമ്മൾ onions വറുത്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഏകദേശം ഇരിക്കുക. It's really nice and golden brown. In fact, a bit more darker than that. എന്നിട്ട് റൈസ് ആയി കഴിഞ്ഞു. നമ്മളത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചേർക്കാണ്. By that time we have one more procedure. ബെറീസ് നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം അല്ലേ? അപ്പം നമ്മൾ ഈ ഉള്ളി വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബെറീസ് ഒന്ന് വറുത്തെടുക്കാം. ബെറീസും വറുത്ത് കഴിഞ്ഞു. Now what is the next step? നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ദം ചെയ്യും. അപ്പം ചോറായി കഴിഞ്ഞു. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഗീ ഒഴിക്കാം ഈ പാത്രത്തിൽ. ഈ ഫ്രൈ ചെയ്ത ഗീ ആദ്യം ഫ്ലേവർ ഉണ്ടാവും. അതെ അതെ. ഗീ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് റൈസ് നമുക്ക് 2 ലെയറായിട്ട് ഇടാട്ടോ. ഇനി നമുക്ക് ബെറി നമ്മൾ ബിരിയാണി ദം കൊടുക്കുന്ന പോലെ തന്നെയാണ് ഓരോ ലെയർ ആയിട്ട് ഇടുക. ഈ സഫ്രോൺ കുറച്ച് ഇത് അതെ, നമ്മൾ പാലൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് അതിലേക്ക് ആ സാഫ്രോൺ നേരത്തെ കാണിച്ച കുങ്കുമപ്പൂവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു. നേരത്തെ ഈ ബെറീസും കാഷ്യൂ ഒക്കെ വറുത്തിട്ടുള്ള അതേ നെയ്യ് തന്നെ നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് ഒഴിച്ചു. Then we added the cooked rice, 1 layer of it, and then we added the fried onions
ആൻഡ് ദി ബെറീസ് കുറച്ച് എന്താ പറയുക ഒരു 2 സ്പൂൺ ഈ മിൽക്കിൽ കലക്കി വെച്ച കേസർ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് ആൻഡ് എ ബിറ്റ് ഓഫ് കാഷ്യൂസ്. ഇനി ഗരം മസാല പൗഡർ. ഓക്കെ, നമ്മൾ സ്പൈസസ് ചേർത്തിട്ടുള്ളതാണ്, എന്നാലും കുറച്ച് കൂടി വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഗീയും കൂടി. ഇടയ്ക്ക് നെയ്യ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, അത് ബോഡിക്ക് ഭയങ്കര നറിഷിംഗ് ആണ്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമുക്കതൊരു 5 മിനിറ്റ്സ് ദം ചെയ്യാൻ വെക്കാം. ഓക്കെ, 5 മിനിറ്റ് ദം ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ദം ചെയ്യാൻ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ വാട്ട് ദ ടേസ്റ്റ് വുഡ് ബി ലൈക്ക്. കാരണം മാംഗോൻ്റെ ഒരു ടാങ്കി ഫ്ലേവർ വരുമ്പം ചിക്കൻ വിങ്സിൻ്റെ ഫ്ലേവർ തന്നെ മൊത്തം മാറും അല്ലേ? അതെ. നമ്മുടെ ചിക്കൻ വിങ്സ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 5 to 10 minutes. സോ ഇൻ ദ മീൻ വൈൽ വി ഷുഡ് പ്രിപ്പയർ ദ മാംഗോ സോസ്. ഇതിപ്പോൾ ഒരു മാംഗോ ആണ്, ഒരു മാംഗോ ആണ് കട്ട് ചെയ്ത്. ഓക്കെ. ഇതിൽ നമുക്ക് ഏത് മാംഗോ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ല ഏതെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാംഗോ? ഇല്ല, ഏത് മാംഗോ യൂസ് ചെയ്യാം. വിച്ച് എവർ. നമുക്ക് ഈ സോസസ് ഒക്കെ ഒഴിക്കാം. ഓയിസ്റ്റർ സോസ്. ഇത് എന്തൊക്കെ ഉണ്ട് ഇതിൽ? അതിൽ ഹണി ഉണ്ട്, ഓക്കെ, ആപ്പിൾ സിഡർ വിനാഗർ ഉണ്ട്, ഓക്കെ, ആൻഡ് ഓയിസ്റ്റർ സോസ്. ഓയിസ്റ്റർ സോസ് ദാറ്റ്സ് ഹണി 1 ടീസ്പൂൺ, ഓയിസ്റ്റർ സോസ്, പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ. ഓക്കെ, 1 to 1.5 teaspoons ഓഫ് ആപ്പിൾ സൈഡർ വിനെഗർ. ഈ മൂന്നെണ്ണം ഏകദേശം സെയിം പ്രൊപ്പോർഷനിലാണ് എടുത്തിരുന്നത്. ഹണി, ആപ്പിൾ സൈഡർ വിനെഗർ ആൻഡ് ഓയിസ്റ്റർ സോസ് 1 to 1.5 teaspoons. ഇനി ഇതിൽ മാംഗോ ജാം കുറച്ച് നേടണം. Mango jam. No? I think our chicken is also about. So the chicken wings are ready. കോക്ടെയിലിൽ ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്പീസ് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആരാണ് വീട്ടിലുണ്ടാക്കി പഠിച്ചത് എന്ന് ഞങ്ങളെ അറിയിക്കുക. യു ക്യാൻ കോൾ അസ് ഓർ മേ ബി യു ക്യാൻ ഫോളോ അസ് ഓൺ ദ ഫേസ്ബുക്ക് പേജ്. ആൻഡ് അതിൽ റിവ്യൂസ് ആയിട്ട് നിങ്ങൾ ഇടുക. നിങ്ങൾ എന്തൊക്കെ റെസിപ്പി ട്രൈ ചെയ്തു, നന്നായോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് ചിക്കൻ ഇടാം. ഓക്കെ, നമ്മുടെ റൈസ് ദം ആയി കഴിഞ്ഞ് നമ്മളത് ഓഫ് ചെയ്തു. ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ നമ്മളത് വെച്ചോളൂ അല്ലേ? റൈസ് 5 മിനിറ്റ് 5 to 10 minutes വെച്ചാൽ മതി. നമ്മളത് 5-10 മിനിറ്റ് ആയപ്പം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് എത്ര നേരം വെച്ച് കുക്ക് ചെയ്യണം നമ്മളത് ചിക്കൻ ഈ മാംഗോ സോസിൽ? മാംഗോ സോസിലൊന്നും നമുക്ക് പിടിച്ചതൊന്നും നമുക്ക് മനസ്സിലാവുമല്ലോ. ചിക്കനുമിലൊന്നും ഈ മാംഗോ അത്ര വരെ. Our dish is finally ready and it's time for me to taste it. It's really nice. It was actually a very similar flavor to that of biryani. അത് നെയ്യൊക്കെ ഓണിയൻ ഫ്രൈ ചെയ്തതുകൊണ്ടും മണും ബിരിയാണിയുടെ തന്നെയായിരുന്നു. ടേസ്റ്റും ഏകദേശം. പക്ഷെ ആ ബെറി ഉള്ളതുകൊണ്ട് നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. Now it's time for the chicken wings. ഞാനിങ്ങനെ കഴിക്കുന്ന കണ്ട് ആരും lovely. Oh, this is super lovely. Thank you. It's yum. നല്ല ടേസ്റ്റ് ഉണ്ട്. You can see it is actually very nice. മാംഗോന്റെ ഫ്ലേവർ ഞാൻ വിചാരിച്ചിരുന്നില്ല that it will actually go with the chicken. But it's going really well. Thank you. ഞാൻ ഈ ചിക്കൻ വിങ്സ് ഞാൻ കഴിച്ചില്ല. I've had it in different kinds of sauces. And this one is really nice. It's not that difficult. You can actually try it at home. Try ചെയ്തിട്ട് ഞങ്ങൾക്ക് പിക്സ് അയച്ചു തരാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ. അല്ലെങ്കിൽ you can write to us that you actually tried it. Thank you very much Reshma for coming here. ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് ഇത്ര നല്ല ടേസ്റ്റി ഭക്ഷണം ഉണ്ടാക്കി തന്നതിനും ഞങ്ങളുടെ വ്യൂവേഴ്സ് ആയിട്ട് ഈ റെസിപ്പീസ് ഷെയർ ചെയ്തതിനും. How is your experience here? Good experience. ഇഷ്ടമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. അതെ അതെ, എൻജോയ് ചെയ്തിരുന്നു. Thank you very much. Thank you. And take care. Bye bye. Bye bye.